ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കുറച്ചധികം അങ്ങ് ലേറ്റായി. വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ണി എത്തിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാണെങ്കിൽ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഹെയർ കട്ട് ചെയ്യാൻ പറഞ്ഞു ചോദിച്ചു. പിന്നെന്താ, ഞാൻ വരാലോ. ആ ഷോപ്പിന്റെ തൊട്ടടുത്താണ് ഒരു പാർലറും ഉണ്ട്. വാഴ നനയുമ്പോൾ ചീര നനയുന്ന പോലെ എനിക്കും ത്രെഡും പിന്നെ അവന് വല്ലപ്പോഴും മുടിയൊക്കെ ഒന്ന് വെട്ടാൻ തോന്നാറുള്ളൂ. വിചാരിച്ച പോലായിരുന്നു. അത്യാവശ്യം നല്ല പോസ്റ്റായിരുന്നു. അടുത്തൊരു മിറർ ഉള്ളതുകൊണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഇവന്റെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം പാർലർ അടച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിൽ പോന്നു. അപ്പോഴത്തേക്കും വീട്ടിൽ വന്നപ്പോഴത്തേക്കും അമ്മ നല്ല പുളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അച്ചാറിടാൻ വേണ്ടി. പിന്നെ അതിന്റെ പുറകെയായി ഉപ്പ്, കായപ്പൊടി, മഞ്ഞപ്പൊടി ഇത് പുരട്ടി കുറച്ച് നേരം ഒന്ന് വെക്കണം. അതവിടെ നിന്ന് പിടിക്കുമ്പോഴത്തേക്കും വേറെ 2 ഐറ്റത്തിന് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. 2 മെയിൻ ഐറ്റംസ് ആണ് ഇഞ്ചിയും വെളുത്തുള്ളി. അപ്പോൾ അവരെ കൈകാര്യം ചെയ്യേണ്ട സമയമായി. 2 നല്ല രീതി ക്രഷ് ചെയ്തെടുക്കണം. അരിഞ്ഞ് ചേർക്കാം വേണമെങ്കിൽ, പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. പിന്നെ നല്ല ദേഷ്യമുള്ള ഏതെങ്കിലും വ്യക്തിയുടെ മനസ്സിൽ കരുതിക്കോളൂ, നല്ല സാറ്റിസ്ഫാക്ഷനും കിട്ടും. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടിയെ സ്റ്റൗ ഓണാക്കുക, പാത്രം എടുത്ത് വയ്ക്കുക. പിന്നെ പാത്രം ചൂടായി കഴിയുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ച് ഉലുവയും കടുകും പൊട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണയും കടുകും തമ്മിൽ തീരെ ചേരില്ല. എപ്പോഴും ഭയങ്കര പൊട്ടത്തരിയാണ്. അപ്പോൾ നിങ്ങൾ മാറി. പിന്നെ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ല രീതിയിൽ വഴറ്റണം. അതൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് മുളക് പൊടി ചേർക്കുക. മുളക് പൊടി ചേർക്കുന്ന കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെക്കണം. അപ്പം കുറച്ച് പെട്ടെന്ന് തന്നെ അങ്ങനെ വെന്ത് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാനിത് ഇടുന്ന സമയത്ത് തന്നെ ഈ പുളി ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് മധുരത്തിനായിട്ട് കുറച്ച് ഈന്തപ്പഴം ചേർത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് വേവിക്കാനുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.